കൈ എൻ്റെ മേൽ വന്നു. കണ്ടോ, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നപ്പോൾ യഹോവയുടെ ആത്മാവിനാൽ എന്നെ പുറപ്പെടുവിച്ചു. ഇന്നൊരു പുറപ്പാട് സംഭവിക്കും. നിങ്ങളൊക്കെ ശരിയാണല്ലോ, ഒരു പുറപ്പാട് സംഭവിക്കും. ആദ്യം വന്നത് നമ്മുടെ ആരുടെയും കൈയല്ല, യഹോവയുടെ കൈ അല്ലേ? യഹോവയുടെ കൈ ഒരു ദൈവ പൈതലിൻ്റെ മേൽ വരുമ്പോൾ, വായിക്കാം, വായിച്ച ഭാഗം. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടത്തുമാറാക്കി. താഴ്വരയുടെ പരപ്പിൽ അവർ എത്ര അധികമായിരുന്നു, ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് ഇനി വാ ഹല്ലേലൂയ. അവയോട് പറയേണ്ടത്, ക്യാമറ ഒരാൾ നോക്കിക്കോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ ആമേൻ, സ്തോത്രം സ്തോത്രം സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ. എല്ലാവരും ഹാപ്പി ആണല്ലോ? സ്തോത്രം സ്തോത്രം. നമ്മൾ ആരുടെ നാമത്തിലാണ് പ്രവചിച്ചതോ? യേശുവിൻ്റെ നാമത്തിലോ? യേശുവിൻ്റെ നാമത്തിൽ എഗസ്തിയേലിനോട് പറയുവാണ്, നീ ഈ അസ്ഥികളെ ചുറ്റി നടന്ന് പ്രവചിക്കണം. ഹല്ലേലൂയ. പ്രാപിക്കാൻ തയ്യാറുള്ളവർ പ്രാപിച്ചുകൊണ്ടിരുന്നോ? ഇന്ന് പകലിൽ നിൻ്റെ 60 കൊല്ലത്തെ ആരാധനയുടെ വിടുതൽ നടക്കാൻ പോവുക. കാലങ്ങളായി ലഭിക്കാത്ത ചില വിടുതൽ ദൈവാത്മാവ് തരാൻ പോവുക. ശക്തിയോടെ പ്രാർത്ഥിച്ചോ, ശക്തിയോടെ പ്രാർത്ഥിച്ചോ. ചില അസാധാരണമായ വിടുതൽ, അസാധാരണമായ ചില വിടുതൽ, അസാധാരണമായ ചില വിടുതൽ, അസാധാരണമായ ചില വിടുതൽ. ഇനി നിന്റെ നാട്ടിൽ നീ ഹല്ലേലൂയ അറിയപ്പെടുന്നവനായി മാറാൻ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അനുഭവിക്കുന്നവർ ആരാധിച്ചു. അസ്ഥികൾ കൊണ്ട് നിറഞ്ഞു. അത് ഏറ്റവും ഉണങ്ങിയ അസ്ഥികളായിരുന്നെന്ന വചനം പറയുന്നത്, എഗസ്തിയേൽ പ്രവചനം പറയുന്നത്. ആ അസ്ഥികളൊക്കെ ഏറ്റവും ഉണങ്ങിയതായിരുന്നു. പക്ഷേ യഹോവയുടെ നാമത്തിൽ എഗസ്തിയേൽ പ്രവചിച്ചപ്പോൾ അസ്ഥികളോട് വന്നു ചേർന്നു. ഹല്ലേലൂയ, 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 ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യെസ് യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ 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 ആമേൻ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇവർ ജീവിച്ചിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ്. ഹല്ലേലൂയ. ഈ പ്രവചനത്തിൻ്റെ ജീവൻ പ്രാപിച്ചവരൊക്കെ ഒന്ന് കരം പൊക്കിയാട്ട്. ഈ പ്രവചനത്തിൻ്റെ ജീവൻ പ്രാപിച്ച വ്യക്തികളൊക്കെ കരം ഒന്ന് ഉറക്കെ പോക്ക്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് പൽക്കാലം ഇതിനകത്ത് ഇറങ്ങി നടക്കുന്നത്, മീഹോ ദൂതൻ ഗണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ദൂതനെ അയച്ച കർത്താവ് ആലയത്തിനകത്ത് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുന്നത് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ പൽക്കാലം ശക്തിയോടെ പ്രാർത്ഥിച്ചു, ശക്തിയോടെ പ്രാർത്ഥിച്ചു, ശക്തിയോടെ പ്രാർത്ഥിച്ചു, ശക്തിയോടെ പ്രാർത്ഥിച്ചു. ചൂടബാല ബാല 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 ബാല. Oh, come out, come out. Come out, come out, come out. Oh, Ribala Vaidam Managa. Kudamaragane. Vaide Managa. Kudamanagadagam. Tival Kamare. Vaide Managam. Tivanam Gadagam. Atul Kadagam. Adagachanam. Vaidam Managam. Tivanam Gadagam. ആരാധനകളെ മറപിടിപ്പിക്കുന്ന എല്ലാ ഇരുട്ടുന്ന മണ്ഡലത്തെ ആത്മാവിനെ അഴിച്ചു മാറ്റുക.
ഓ റിബലബലബല വൈഡവന ഘടകം തുനി ഘടകം തുന ഘടകം അത്തുൽ ഘടകം നടകച്ചാലം വൈഡം മനകം റിവനേ റീവല വൈഡം റേവൽ കമനം ഘടകം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ ഒരു വാർപ്പ് നിറച്ച് നീ ചിക്കൻ വച്ചാലും അതിൽ ചേരേണ്ട ചെറിയ ഒരളവ് ഉപ്പ് ചേർന്നില്ലെങ്കിൽ രുചി വരികയില്ല. ഒരു വാർപ്പ് നിറച്ച് നീ സാമ്പാർ വെച്ചാലും അതിൽ ചേരേണ്ട അളവനുസരിച്ച് ഉപ്പ് ചേർന്നില്ലെങ്കിൽ രുചി വരികയില്ല. ആരാധിക്കേണ്ടടുത്ത് നീ ആരാധിച്ചില്ലെങ്കിൽ രുചി വരികയില്ല. മുറി വാക്യങ്ങളെ കൊണ്ട് ഇറങ്ങി നടന്ന് ഹല്ലേലൂയ പുറപ്പെട്ട് നടക്കുന്നിടത്ത് നീ ആരാധിച്ച് ശരീരങ്ങളിൽ ദണ്ഡനം പിടിച്ച് വേദന അനുഭവിക്കുന്ന ദൈവജനത്തോടൊന്ന് പൽക്കാലം പറയുകയാണ്, ഈ അസ്ഥികളെ നോക്കി പ്രവചിക്കൂ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഒരു പുതിയ തലം ശുശ്രൂഷകൾ ചിലർ ദൈവമക്കൾക്ക് ദൈവദാസന്മാർക്ക് ദൈവം തരാൻ പോവുക. ഹല്ലേലൂയ. ആമേൻ. ടീമായി പ്രവർത്തിക്കുന്ന സഹോദരിമാരെ പ്രാർത്ഥിച്ചോ. കർത്താവിൻ്റെ കൃപയാൽ ടീമായിട്ട് പ്രവർത്തിക്കുവാൻ ദൈവമക്കൾക്കൊരു വാഹനത്തിന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. 25 പേർക്ക് കടന്നു പോകണം. പരസ്യയോഗം നടത്തണം, ഒണ്ടേ കൺവെൻഷൻ നടത്തണം, പഞ്ചായത്ത് തോറും 3 ദിവസം കൺവെൻഷൻ നടത്തണം, സൗണ്ട് സിസ്റ്റം വേണം, സാമ്പത്തികം വേണം, പരസ്യയോഗം നടത്തുവാൻ മനോഹരമായൊരു സെറ്റിന് വേണ്ടി, ആലയത്തിൻ്റെ കെട്ടുപണിക്ക്, ദൈവമക്കൾക്ക് പ്രവർത്തിക്കുന്നവരുടെ ഹല്ലേലൂയ ആമേൻ ആവശ്യത്തിനുള്ള നന്മകൾ ഇതെല്ലാം ദൈവം തരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അനേക ഹൃദയങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കട്ടെ. ഹല്ലേലൂയ. ആലയത്തിൻ്റെ കെട്ടുപണി, മറ്റ് ആരാധനാലയങ്ങൾ, ആലയത്തിന് വേണ്ടിയുള്ള ഭൂമി, ആരാധനാലയങ്ങൾ ഹല്ലേലൂയ പല ഇടങ്ങളിൽ നമ്മൾ തുടങ്ങി വയ്ക്കുമ്പോൾ അതിന് ആലയത്തിനുള്ള ഭൂമി ദൈവം തരണം. ഹല്ലേലൂയ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഭവനമില്ലാത്തവർക്ക് ഭവനം. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവദാസന് ഒരു 2 വീലറിൻ്റെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവദാസൻ്റെ കരങ്ങളിലിരിക്കുന്ന 2 വീലർ കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ച തന്നെ ഹല്ലേലൂയ 3000 സംതിങ് രൂപ പഴയ പണിയായി. അത് കാലഭരണപ്പെട്ടതാണ്. നമ്മുടെ ഇടയ്ക്കൽ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ കിടന്ന് കൂടെ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് സഞ്ചരിക്കാൻ നമ്മൾ ഏറ്റവും പുതിയത് തന്നെ ചോദിക്കുന്നില്ല. അത്യാവശ്യം അവർക്ക് ഫാമിലിയായി സഞ്ചരിച്ച് സൂക്ഷിക്കേണ്ട ഒരു 2 വീലർ ദൈവം കൊടുക്കണം. അല്ലെങ്കിൽ അവരെ ഞാൻ ടീമായി പ്രവർത്തിക്കാൻ ഒരു 3 വീൽ വാഹനത്തിന് വേണ്ടി ഒരു ഓട്ടോറിക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്നുണ്ട്. അതും ദൈവം അവർക്ക് കൊടുക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും ദൈവം ആർക്കും കടക്കാരനല്ല, ദൈവം ആർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെ പോലൊരു ആരാധ്യനില്ല. അപ്പോൾ അസ്ഥികൾ എവിടെ എങ്ങനെയാണ് കിടന്നത്? ഹല്ലേലൂയ. ഉണങ്ങി കിടക്കുകയാണ്. എത്ര ഉണക്കുണ്ടെന്നറിയാമോ? ഏറ്റവും ഉണക്ക് പിടിച്ച് കിടക്കുക. ഏറ്റവും ഉണങ്ങി കിടക്കുന്ന അസ്ഥികളെ നോക്കിയിട്ട് പ്രവചിക്കുവാനാണ് പ്രവാചകനെ ദൈവം അയക്കുന്നത്. അല്ലാതെ നിന്നെ നോക്കി ചുമ്മാ സർട്ടിഫിക്കറ്റും കൊണ്ട് വന്നിട്ട് 4 പ്രസംഗം ഉടനീളം അങ്ങ് പ്രസംഗിക്കും. വിശ്വാസിയും ഉറങ്ങും, പ്രസംഗിക്കുന്നവനും ഉറങ്ങും. ഹല്ലേലൂയ. ആമേൻ. ആത്മാവ് ആരെ ഉറക്കത്തില്ല, ഉറങ്ങുന്നവനെ ഉണർത്തുന്നതാണ് ആത്മാവ്. ആത്മാവിന് വിരോധമായി പറയുന്ന ലോകം ഇറങ്ങി നടക്കുമ്പോൾ ആത്മപരമുള്ള യേശു കർത്താവിൻ്റെ നാമം പറയുന്നു, ഞാൻ ആത്മാവാകുന്നു, ഞാനാകുന്നു വഴിയും സത്യവും, എന്നിൽ കൂടി കടക്കാത്തവന് സ്വർഗരാജ്യം കിട്ടുകയില്ല. ഹല്ലേലൂയ പറഞ്ഞോ, ഹല്ലേലൂയ പറഞ്ഞോ, ഹല്ലേലൂയ പറഞ്ഞോ. ഹല്ലേലൂയ. ആമേൻ. സ്വർഗരാജ്യം വേണമെങ്കിൽ ആത്മാവാകുന്ന ദൈവത്തോട് അടുക്കണം. ഹല്ലേലൂയ. സ്വർഗരാജ്യം മണവാളനെ എതിരേൽക്കുവാൻ കാത്തിരിക്കുക. ഹല്ലേലൂയ. അതിന് നീ എന്ത് ചെയ്യണം? ആത്മാവായ ദൈവത്തോട് അടുക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവകൃപയോട് അടുക്കണം. അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ച് ആ നല്ല വിടുതൽ പ്രാപിച്ചു മുന്നേറുവാൻ ഒരുക്കട്ടെ. വായിക്കാൻ താഴോട്ട്. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു, യഗസ്യേലിനോട് കൽപ്പിച്ചതുപോലെ പ്രവചിച്ചു. നമ്മളാണെങ്കിൽ നല്ല പ്രവചനവും കേട്ടിട്ട് നാളെ അവിടെ കൂടി പോകുന്ന ഒരു വഴിപോക്കനായ ഒരു വ്യക്തി ഒരു വെള്ള ഷർട്ടും ഒരു കറുത്ത പാൻറ്റും ഇട്ട് മീശയും ഇല്ല. അവൻ ആരാന്നുള്ളത് നിനക്ക് തിരിച്ചറിയാനുള്ള നോളജും ഇല്ല. അവനെ കണ്ട് അവൻ പറയുകയാണ്, നീ ആ പള്ളിയിൽ പോകരുത്, എൻ്റെ കൂടെ വന്നാൽ നാളെ ഞാൻ നിന്നെയും കൊണ്ട് സിംഹാസനത്ത് പോകുമെന്ന് പറഞ്ഞാൽ കഴുകാൻ മറ്റേ ഇരയും കൊണ്ട് പറക്കുന്ന പോലെ.
ഹല്ലേലൂയ പോകുമെന്ന് പറഞ്ഞാൽ ആമേൻ ചിലർ അതിൻ്റെ പുറകെ പോകും. എൻ്റെയും കഷ്ടം അവൻ്റെയും കഷ്ടം. ഹല്ലേലൂയ ആമേൻ. പെന്തക്കോസ്ത് എന്ന് പറയപ്പെടുന്നത് ഒരു ഹല്ലേലൂയ ദൈവിക തെരഞ്ഞെടുപ്പാണ്. ദൈവിക തെരഞ്ഞെടുപ്പിനകത്തുനിന്ന് നീ പ്രാർത്ഥിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിന്നിൽ കൂടി വേറെയും ചില രക്ഷ പ്രാപിക്കും. യഗസ്തിയേലിനോട് ദൈവം പറയുകയാണ് ഈ അസ്ഥികളെ ചെന്ന് പ്രവചിക്കണം. യഗസ്തിയേലിനോട് പറഞ്ഞതേ യഗസ്തിയേലിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ദൈവം പറയാത്തത് ചെയ്യുന്നവരാണ് ഇന്ന് ഏറ്റവും കൂടുതലുള്ളത്. ഹല്ലേലൂയ. പള്ളിക്കകത്ത് അടിക്കാൻ ദൈവം പറഞ്ഞോ? പള്ളിക്കകത്ത് തെറി വിളിക്കാൻ ദൈവം പറഞ്ഞോ? പള്ളിക്കകത്ത് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ദൈവം പറഞ്ഞോ? ഇതൊന്നും ദൈവം പറഞ്ഞില്ല. ഇതെല്ലാം ഉണ്ടാക്കുന്നവൻ്റെ പള്ളിയിൽ ദുരാത്മാവാണ് വാഴുന്നത്. ഇതെല്ലാം ഉണ്ടാക്കുന്നിടത്ത് പൈശാചിക ശക്തിയാണ് വാഴുന്നത്. ഇത് ഉണ്ടാക്കി നീ ചെയ്താൽ നീയും മാത്രമേ അറിയാവൂ. അടുത്തിരിക്കുന്നവൻ്റെ വീട്ടുകേക്ക് അടിയുണ്ടാക്കരുത്. പോലീസുകാർക്ക് വിനയുണ്ടാക്കുമാറ് നീ കേസുണ്ടാക്കരുത്. ദൈവസഭയ്ക്കകത്ത് മാനസാന്തരമുള്ള ആരാധന വെളിപ്പെടണം. മാനസാന്തരമുള്ളവർക്കുള്ള ആരാധന വെളിപ്പെടണം. മാനസാന്തരം ഇല്ലാത്തവർക്ക് വരുന്നാൽ മാനസാന്തരത്തെ കുറിച്ച് പഠിപ്പിച്ചുള്ള ആരാധന വെളിപ്പെടണം. മാനസാന്തരം ഫലമെന്നാണ് മത്തായി സുവിശേഷം പറയുന്നത്. ഹല്ലേലൂയ ആമേൻ. കോടതി കയറാനും പോലീസ് സ്റ്റേഷൻ കയറാനും അല്ല പെന്തക്കോസ്തുകാരുടെ ജോലി. ഹല്ലേലൂയ. ദൈവസഭയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ ദൈവം തരുന്ന നന്മ അനുഭവിച്ചു നീ ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിച്ച് മറ്റുള്ളവർക്ക് മാതൃക പുരുഷനായിരിക്കണം. ഹല്ലേലൂയ. ഇതിനെയാണ് ഉപദേശം എന്ന് പറയുന്നത്. ഹല്ലേലൂയ ആമേൻ ആമേൻ സ്തോത്രം. വേഷധാരികളായി ചവക്കല്ലറ പോലെ നടന്നുകൊല്ല വേഷം. ഹല്ലേലൂയ. മാനസാന്തരം എന്ന് പറയുന്നത് നിന്റെ നടപ്പ്, നിന്റെ ജീവിതം, നിന്റെ ഇടപെടൽ, മറ്റുള്ളവരുമായുള്ള സമ്പർക്കം, കൂട്ടായ്മ ബന്ധം, എല്ലാത്തിനകത്തൊരു മാനസാന്തരം ഉണ്ടാകണമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അതിന് അപ്പം പാസ് അല്ലാതെ ഇരുന്നാൽ മോൻ വന്നാൽ മാനസാന്തരം വരും. അപ്പം പാസ്റ്ററാണെങ്കിൽ അപ്പൻ്റെ കാല കഴിയുമ്പോൾ അപ്പം പറയും നീ അങ്ങ് എടുത്തോണം പെട്ടക വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആമേൻ ആമേൻ. അങ്ങനെ വിളിക്കപ്പെട്ടവരുണ്ട്. ആരാ? അബ്രഹാമിനോട് ദൈവം പറഞ്ഞു. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ കാലശേഷം ദൈവത്തിന് ഉപയോഗപ്പെടുത്താൻ ഒരു സന്തതിയെ കൊടുത്തു, ഇസഹാക്കിനെ. ഹല്ലേലൂയ. അത് തെരഞ്ഞെടുപ്പുള്ളത് കൊണ്ടാണ്, അത് വിളിയുള്ളത് കൊണ്ട്. വിളി ഉണ്ടെങ്കിൽ നിന്റെ സന്തതി അത് ചെയ്യും. നീ ചെയ്തതിലും അധികം ചെയ്യും. ഹല്ലേലൂയ. വായിക്കാൻ താഴോട്ട്. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മുഴക്കം, അതിനുശേഷം ഒരു ഭൂകമ്പം. അസ്തികളോട് വന്നു ചേർന്നു. ഇതിനാരാ എന്താ പറഞ്ഞെന്നറിയാമോ? ആത്മാവിനെ പറയുന്നേ. ഇന്നത്തെ പെന്തക്കോസ്ത് പള്ളിയിൽ പോയി കൈയടിക്കരുത്, വാ തുറക്കരുത്, നീ തുള്ളിച്ചാടി ആരാധിച്ചാൽ പിശാച്. ബൈബിളിന് വിരുദ്ധമായി പഠിപ്പിക്കുന്ന കുറേ കേസുകൾ. ആ വിശ്വാസിയോട് ചോദിച്ചാൽ പറയും എൻ്റെ ഭാഷയ്ക്ക് 6 പള്ളിയുണ്ട്. സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചാൽ നീ സ്വർഗത്തിലും പോകത്തില്ല, നരകത്തിന് പാരവുമാകും. കൃപയുള്ളവൻ ഇറങ്ങി വന്ന് കത്തിച്ചങ്ങ് കളയും. പ്രൈസ് ദി ലോർഡ്. കൃപയുള്ളവൻ സാത്താനെ നിങ്ങൾ കാണുന്നില്ലേ? ദിവസവും ഓടുന്ന ഓട്ടങ്ങൾ, കത്തുന്ന കത്തല്. ആത്മാവിന്റെ പ്രാർത്ഥന വെളിപ്പെടുമ്പോ നിങ്ങൾ കാണുന്നില്ലേ അണലികൾ ചാടുന്നത്, മിഥ്യാമൂർത്തികൾ ചാടുന്നത്? നിങ്ങൾ ദിനം പ്രതി കാണുന്നില്ലേ പല മേഖലകളിൽ? വൈകാം. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നത്, അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയുടെ മേലില്ലായിരുന്നു. അപ്പോഴവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്ക, മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നികജന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേലൂതുക. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാം അറിയാം, ഒന്നും അറിഞ്ഞുകൂടാത്ത ജീവിതം കാഴ്ചവെച്ച് നടക്കുന്ന കാലത്തിലേക്ക് പോകരുത്. ഹല്ലേലൂയ. നല്ലത് തിരിച്ചറിയണം. ഹല്ലേലൂയ. നീ വേറെ ഒന്നിൻ്റെയും ഹല്ലേലൂയ ആമേൻ ആമേൻ തിരിച്ചറിയാനല്ല, നല്ലത് തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ ആരാധന തിരിച്ചറിഞ്ഞ് അവൻ്റെ പ്രവർത്തികൾ തിരിച്ചറിഞ്ഞ് നീ ആരാധിക്കുമെങ്കിൽ ഒരസ്ഥിയായി നിന്നെ സമൂഹത്ത് വേർതിരിച്ച്
ആർക്കും വേണ്ടത്തില്ല എന്ന് പറഞ്ഞ് കൊള്ളരുതാത്തുകെന്ന് പറഞ്ഞിട്ടിരിക്കുന്നിടത്ത് നീ ദൈവത്തോട് കൂടുതൽ അടുത്ത് ആത്മീയ കൂട്ടായ്മ ബന്ധമുണ്ടെങ്കിൽ ദൈവം നിന്നെ അനേകർക്ക് പ്രവചിക്കത്തക്ക നിലവാരത്തിൽ അസ്ഥിയായ നിന്റെ മേൽ ത്വക്കും തൊലിയും മാംസവും ഞരമ്പും പിടിപ്പിച്ച് പ്രവചിപ്പിക്കുമാറാക്കുന്ന അധികാരങ്ങൾ ദൈവമക്കളുടെ മേൽ കൈമാറാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ പദ്ധതി ഓർത്ത് ദൈവത്തെ സ്തുതിച്ചോ, ആ പദ്ധതി ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. ആ പദ്ധതി വെളിപ്പെട്ട് വരുമ്പോ നിന്നെ തേടി അനേകർ വരും, നിന്നെ തേടി അനേകർ വരും. നീ കണ്ടിട്ടില്ലാത്ത നന്മകൾ, നീ കണ്ടിട്ടില്ലാത്ത ബന്ധങ്ങൾ, നീ കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണങ്ങൾ, നീ പാർത്തിട്ടില്ലാത്ത ഭവനങ്ങൾ, നീ കുടിച്ചിട്ടില്ലാത്ത കിണറുകൾ, ഉറവ കുടിക്കാൻ എല്ലാം ദൈവം നിനക്ക് തന്ന് നിന്നെ വാനോളം വളർത്തി ദൈവത്തിന്റെ മഹല്യ മകനാക്കി, ദൈവത്തിന്റെ മകളാക്കി ദൈവം നമ്മെ വേർതിരിക്കും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ ശുശ്രൂഷകൾ എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആത്മാവ് പുറപ്പെട്ട് നമ്മളെ ചലിപ്പിച്ചാൽ അവിടെ ആത്മാവുണ്ട്. നമ്മൾ ഉറങ്ങി കമന്ന് വീഴുകയാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് മാറിക്കോണം, പിന്നെ ആ പക്കത്ത് തിരിഞ്ഞു നോക്കരുത്. ഹല്ലേലൂയ. ഉറക്കുന്നവൻ കർപ്പന, ഉറക്കുന്നവൻ ലൂസിഫറാ, ഉണർത്തുന്നവൻ പരിശുദ്ധാത്മാവ്. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ മയങ്ങുകയുമില്ല ഉറങ്ങുകയുമില്ല. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. അവൻ മയങ്ങാതെയും ഉറങ്ങാതെയും വിശ്രമമില്ലാത്ത പ്രവർത്തനം തൻ്റെ ജനത്തിന് വേണ്ടി, മാനവരാശിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കർത്താവാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഷുഡവന ഹടകം ദുനിയാരകൾ കമനഘടകൾ കനാരിയ വൈഡേ മനാരകന ഘടകസ്യാന ഘടകൾ കനാരി ദൂരപ്രവിടിമാന വൈഡവേദിയാന ഘടകസ്തി. ആത്മാവ് പ്രവചിക്കുന്നു, നിന്റെ കണ്ണുനീര് നിന്റെ ഭൂമിയിൽ വീഴുന്നിട്ട് ഭൂമിയെ കുളിർത്ത് നനച്ച് ദുരാത്മാവിൻ്റെ കെട്ടഴിച്ച് ശത്രു അതിർവരമ്പിനകത്ത് കയറാതെ വണ്ണം ഒരു തീയുടെ മതിൽ നിലനിൽക്കപ്പെടുകയാണ്. അടകം ദുനിയാരകൾ കമനഘടകൾ പ്രവിടിവേദിയാന ഘടകസി. ആത്മാവ് പ്രവചന ആത്മാവിൽ ഇടപെടുകയാണ്. ഉടമാരകൾ കമാനഘടകൾ പനാരിയ വൈഡപ്രവിടിവേദിയാന ഘടകസിയാന റിബനെ റിബൽക്കമൻ. എല്ലാവരും പ്രാർത്ഥിച്ചോ. ചിലരോടൊക്കെ പ്രവചന ആത്മാവ് സംസാരിക്കുന്നു. നിന്റെ ശൂന്യതകളെ മാറ്റി, നിന്റെ വീക്ക് പോയിന്റുകളെ, നിന്റെ പരാജയങ്ങളെ, നിന്റെ കുറവുകളെ, ഉണങ്ങിയ അസ്ഥികളെ നിന്റെ മേൽ തൊക്കു തൊലിഞ്ഞോ മാംസം ഞരമ്പ് പിടിപ്പിച്ച് അനേകർക്ക് പ്രവചിക്കത്തക്ക നിലവാരത്തിൽ നിന്നെ അഭിഷേകമുള്ള വ്യക്തിയായി തമ്പുരാൻ 2026 നിന്നെ മാനിക്കാൻ പോകുകയാണ്. അഭിഷേകമുള്ളവരുണ്ടെങ്കിൽ ഈ പോൽക്കാലം ചലിക്കട്ടെ, ചലിച്ചു തുടങ്ങട്ടെ. അഭിഷേകത്തിന്റെ ചലനം വറ്റാത്ത നദി പോലെ ഒഴുകട്ടെ. ആ ദൈവദാസൻ വായിച്ച യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം ഒന്ന് വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. എന്നെ ഒത്തിരി വാക്യങ്ങൾ ദൈവാത്മാവ് ഞാൻ പ്രവചനത്തോട് കണക്ട് ചെയ്ത് വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ ടൈം അതിക്രമിക്കുന്നുണ്ട്, അതിലേക്ക് കിടക്കുന്നില്ല. വായിക്കാം. യേശുവിനെ സ്വീകരിക്കാത്ത ഏതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. സ്തോത്രം, മനസ്സിലായോ? സ്തോത്രം. ഈ ലോകം ചിന്തിച്ച് വെച്ചിരിക്കുന്നത് എൻ്റെ പള്ളിക്കൊരു പേരുണ്ട്, നിനക്ക് പേരുണ്ടോ എന്ന് നീ ആദ്യം മനസ്സിലാക്ക്. നിനക്ക് പേരുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകും, നിൻ്റെ പള്ളിക്ക് പേരുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല. നിൻ്റെ പള്ളിക്കൊരു പേര്, നമുക്ക് സംഘടനയ്ക്കൊരു പേരുണ്ട്. ഞാൻ പോയാലും എൻ്റെ തലമുറ പോയാലും ഇതിവിടെ ഇരിക്കും. കാരണം ഇനി വരാനുള്ളവൻ ആരാധിക്കാൻ. സ്തോത്രം പറ. ഇനി വരേണ്ടവൻ ആരാധിക്കാൻ. ഞാൻ ഇതും കൊണ്ട് പറക്കാൻ തമ്പുരാൻ്റെ കൃപയാൽ കഴിയത്തില്ല. ഹല്ലേലൂയ, ആമേൻ. ഈ കാലഘട്ടം പഠിപ്പീര് പലയിടത്തും വേറെ വഴികളാ. സ്തോത്രം, ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ഇപ്പമില്ലാതെ ഇറങ്ങി നടക്കുന്നവന്റെ പ്രാർത്ഥന ഭൂമിക്ക് ഭാരമായിരിക്കുക. ദൈവവചനത്തിൽ ജ്ഞാനി എന്നുള്ള ചിന്തയില്ലാതെ എന്നെ ജ്ഞാനിയാക്കി മാറ്റിയ ദൈവത്തെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് തീരുമാനമുള്ളവന്റെ പ്രാർത്ഥന ഭൂമിയുടെ ഭാരം അഴിക്കുകയാണ്. നല്ലൊരാമേൻ പറ, നല്ലൊരാമേൻ പറ. ഓ സ്തോത്രം, സ്തോത്രം. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം.
കർത്താവിൻ്റെ